ഇതൊരു എമർജൻസി ലൈറ്റാണ്, ഒരു സാധാരണ എമർജൻസി ലൈറ്റാണ്. പിന്നെ അത് നന്നാക്കിയേക്കാന്ന് ഞാൻ വെച്ചത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ പഴക്കമൊന്നുമുള്ളതല്ല, വലിയ വിലയുള്ളതൊന്നുമല്ല. അപ്പോൾ അത് പക്ഷേ നല്ല നല്ല എമർജൻസി ലൈറ്റാണ്. ലിത്യം ബാറ്ററി വെച്ചുള്ള അയൺ എമർജൻസി ആയതുകൊണ്ടാണ് നമ്മൾ നന്നാക്കാൻ വെച്ചത്. പക്ഷേ തുറക്കാൻ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് മൊത്തം ഈ നിലന്തുണ മണ്ണിൻ്റെ കൂടാണ്, വലിയ പാടായിരുന്നു. ഒത്തിരി പ്രയാസപ്പെട്ടാണ് ഇത് തുറന്നു കഴിഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അത് നോക്കി കഴിയുമ്പോൾ അതിൻ്റെ പവർ സപ്ലൈയുടെ റെസിസ്റ്റൻസ് എല്ലാം കത്തിയിരിക്കുമായിരുന്നു. അപ്പോൾ അത് SMD ടൈപ്പ് ആയതുകൊണ്ട് നമുക്കത് റിപ്പയർ ചെയ്യാനൊക്കെ പാടായിരുന്നു. ആ ബോർഡ് തന്നെ ക്ലാവ് പിടിച്ച പോലെ പവർ സപ്ലൈക്ക് കുഴപ്പമായിരുന്നു. അപ്പോൾ നിസ്സാരമായ ഒരു പരിപാടിയിലൂടെ ഞാൻ ഈ എമർജൻസി റെഡിയാക്കിയെടുത്തു. അതായത് നമുക്ക് ഇതിപ്പോൾ 3.7 വോൾട്ട് ബാറ്ററിയാണ്, 5 വോൾട്ടിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നമ്മുടെ ടോർച്ചില്ലേ, ബ്രൈറ്റ് ലൈറ്റിൻ്റെ ടോർച്ചിൻ്റെ അഡാപ്റ്ററുണ്ട്. നല്ല അഡാപ്റ്ററാണ്, 150 രൂപയെ വരത്തുള്ളൂ. ചെറിയ അഡാപ്റ്ററാണ്. അതൊരെണ്ണം പൊട്ടിച്ചിട്ട്, അഡാപ്റ്റർ പൊട്ടിച്ചിട്ട് അതിൻ്റെ 4.5-ൻ്റെ ഒരു അഡാപ്റ്റർ പൊട്ടിച്ച് ഇതിനകത്ത് വെച്ച് നമ്മളത് റെഡിയാക്കിയെടുത്തു. അത് ചെയ്യുന്ന വീഡിയോ ആണ്. ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് ഏത് എമർജൻസി പോയാലും എന്നാ പോയാലും ഇതുപോലത്തെ ഒരു അഡീഷണൽ പവർ സപ്ലൈ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെറിയ ചിലവിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അതാണ് ഈ വീഡിയോ. ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. ഒരു സ്ക്രൂ വരാനുണ്ട്, ഒരു സ്ക്രൂവേ അതിലേതോ ഒരു സ്ക്രൂ വരാനുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം വന്നോ. സ്ക്രൂവിൻ്റെ എണ്ണം വെച്ചാൽ ഞാൻ പറഞ്ഞു. ഇത് കണ്ടോ, ഒന്നല്ല മൊത്തം ഇത് രണ്ടോ, 1 2 3 5 ഉണ്ട്. ഒരെണ്ണം വരാനുണ്ട്. അടിയിലത്തെ ഒരെണ്ണം. നീ അത് മാറി നിന്നുണ്ടാക്കി, ഞാൻ ഇതൊന്ന് സെറ്റാക്കട്ടെ. ഇതേ ഈ സെറ്റൊന്ന് ഞാൻ എടുത്തോട്ടെ. ഇത് ക്ലീൻ ചെയ്യണം. പോന്നല്ലോ, പോന്ന പോലെ എനിക്ക് തോന്നില്ല. ഇതിനകത്ത് ഏതാണ് ബാറ്ററി? നമ്മുടെ ബാറ്ററി ആണല്ലോ, ലിത്യം ബാറ്ററി ആണല്ലോ. ഇത് വർക്ക് ചെയ്യാവേണ്ട കാര്യം തന്നെ. നീ ഒരു ചാർജ് കോഡിങ്ങെടുത്ത് SC കോഡിങ്ങെടുത്ത് എനിക്ക് അയൺ കുത്തിയിരിക്കുമല്ലേ, ആ ബ്ലേഡ് കത്തിഞ്ഞെടുത്ത് എനിക്ക് എല്ലാം കത്തിക്കരിഞ്ഞിരിക്കുക. ഇവിടെ നല്ല സ്പോട്ടാണ്, വലുതാണ്, അച്ചറോടെ പഠിക്കണം. മീറ്റർ കഴിഞ്ഞെടുത്ത് എനിക്ക്
ആ ബൾബ് ഞെടുത്ത് ജെൻസി, ബൾബ് നീളമുള്ള വയർ വേണം, അല്ലാതെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. രണ്ടിടത്ത് നീളമുള്ള വയർ വേണം, താഴെ ഇവിടെ. ഓക്കെ, ഇനി കപ്പാസിറ്റർ കിടക്കുന്നിടം ഡയോഡ് കഴിഞ്ഞ് ഇൻപുട്ട് നോക്കട്ടെ. 450 വോൾട്ട്, 3.3 450 വോൾട്ട്. ഓക്കെ, കത്തുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. കത്തുന്നുണ്ടോ? അമായിരിക്കും അത്. ഈ രജിസ്റ്റർ കത്തിപ്പോയാണ് ചേച്ചി, മനസ്സിലായില്ലേ? ഈ രജിസ്റ്ററും കത്തിപ്പോയി, ഈ രജിസ്റ്ററും കത്തിപ്പോയി. ഈ പവർ സപ്ലൈ തന്നെ കുഴപ്പമായി. പവർ സപ്ലൈ വർക്കിംഗ് അല്ല, അത്രേ ഉള്ളൂ. തന്നെ ചെയ്യാൻ പറ്റും. 3.3 450 വോൾട്ട്. അതിൻ്റെ സെക്കൻഡറിയിൽ തന്നെ 16 വോൾട്ട്. നീല ഇങ്ങനത്തെ നീല സപ്ലൈ അല്ലേ. അപ്പം 5 വോൾട്ട് കൊടുക്കാം. 3 1.5 3 4. അത്ര മരുന്ന കപ്പാസിറ്റർ ഉള്ളതുകൊണ്ട്. ലിമോറിൻ്റെ ആളാണോ? താവട്ടെ ടോർച്ചുമായിട്ട് കുത്തി. ലിമോറിൻ്റെ ആളാണോ എന്ന് ചോദിച്ചേ. താവട്ടെ നോക്കി. ലിമോർ മൈക്കിൻ്റെ അതിൻ്റെ ആളാണ്. അയാളെ വിളിച്ചുകൊണ്ട് പോരെ. കൊണ്ടുവരാൻ കാണിച്ചു വിട്ടേക്കാം. അല്ലെങ്കിൽ എന്നാന്ന് തന്നെ വിളിച്ച് പറയേ. ജെൻസി അവിടെ കത്തുന്നുണ്ടോ നോക്കി. കത്തിയോ? ലൈറ്റ് കത്തിയോ? കത്തിയോ? ഓക്കെ. അപ്പോൾ SMBS പൊട്ടിപ്പോയതാണ്. അത് നമുക്ക് ചെയ്യാം. SMBS LED അല്ല, ഇതിനൊരു LED ലൈറ്റ് ഉണ്ടല്ലോ ഈ കത്തുന്നത്. അത് കത്തി. അതുകൊണ്ട് എനിക്കറിയാം. ആ ഫോൺ എടുത്തേ. എന്നാന്ന് ചോദിച്ചേ. ഫോൺ എടുത്ത് എന്നാന്ന് ചോദിച്ചേ. അപ്പോൾ നമ്മൾ കറണ്ട് പോയാൽ കത്തി കണ്ടോ. അത്ര നേരം കൊണ്ട് തന്നെ ചാർജായി. ഇവിടെ ഒരു പച്ചമൺ ലൈറ്റ് നിൽപ്പുണ്ട്. അതിൻ്റെ ഇതൊരു ഡ്യുവൽ ലൈറ്റ് ആണെന്ന് തോന്നുന്നു, കാണുന്നു. പക്ഷേ ഇതിപ്പോൾ പച്ചയാണ് കത്തി നിൽക്കുന്നത്. എനിവേ എങ്ങനെയാണ് ഒരു അറിയാമെന്ന് പറഞ്ഞു. അതിലൂടെ ഒരു സംഭവം മനസ്സിലായി. ഇനി ഇതൊന്ന് പാക്ക് ചെയ്താൽ മതി. അങ്ങനെ 2 മിനിറ്റ് ചാർജ് ആയിക്കോട്ടെ. നമ്മൾ എന്നാ ചെയ്ത് നമ്മളൊരു ചാർജർ എടുത്ത് ഇതൊരു സെറ്റാക്കി.
അപ്പോൾ ഇതിനെ എവിടെ കൊള്ളിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ആലോചിക്കേണ്ടത്. ഇത് കാണിച്ചു, ഇവിടെ ലൈറ്റ് ഉണ്ട്. ഇതൊരു കുറച്ചപ്പോൾ നമ്മൾ വേറെ എടുത്ത് വെച്ചു. നല്ലത് കാണിച്ചേ. അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. നമുക്കൊരു ഗ്ലൂ ഗൺ കേട്ടോ. അല്ല അതല്ല പാക്കിങ് നടത്താം. പാക്കിങ്ങിൻ്റെ ബാറ്ററി ഈ കവറിനകത്തായിരുന്നു. ബാറ്ററി ഇതിനകത്തായിരുന്നു. ലിഥിയം ബാറ്ററിയാണ്. എത്ര ആമ്പർ ഉണ്ടെന്ന് നോക്കട്ടെ. 2000 mAh ഓഫ് 7.4 വാട്ട് പെർ ജെ. 3.6 അല്ലല്ലോ ഇത് 7.4 വോൾട്ടാണല്ലോ എന്ന് എഴുതിയിരിക്കുന്നത്. 7.4 3.6 ആണല്ലോ സാധാരണ വരുന്നത്. ഇത് എത്ര വോൾട്ടാണ് കാണിക്കുന്നത്? വന്നു 7.4 വാട്ടെന്ന് വെച്ചിരിക്കുന്നു. വോൾട്ടേജ് ഒന്നും എഴുതിയിട്ടില്ല മൃഗന്മാരെ. 3.6 വരുള്ളൂ. ലിഥിയം ബാറ്ററി അത്രേ ഉള്ളൂ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് മുറുക്കിയിരുന്നത് ഇതിനകത്താണ് അല്ല, ഇവിടെയല്ല മുറുക്കി തിരിച്ചാണ്. നോക്കിയിട്ട് ഇവിടെയാണോ നോക്കിയത്? അതിനകത്തായിരുന്നു. ഇവിടെയായിരുന്നു അല്ലേ? അകലം കണ്ടിട്ട് അതെ. Start. Today starts with. അവിടെയായിരുന്നു എത്തിക്കാം. ഇപ്പം ചെയ്ത് കഴിഞ്ഞു.
അതായി കത്തും നല്ലതായി കത്തും ആയി. ഇനി ഇതെല്ലാവേ ഇങ്ങനെയുള്ള ഇതിലെല്ലാം ഓരോ കൊണ്ട് അടച്ചടച്ചാണ് ഇട്ടേക്കുവാണ്. പിന്നെ ആ തുറക്കാനുണ്ട് കൊണ്ട് താഴെ നമുക്ക് കൂടുതൽ താഴെ കൊണ്ടൊക്കെ ചെയ്യാം. പോയേക്കാം. ഇത്ര നേരം